നമസ്കാരം. മണിക്കിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നു. 538 മൃതദേഹങ്ങൾ കണ്ടെത്തി. 288 ഇന്ത്യക്കാർ ഉൾപ്പെടെ 1500 പേരെ കാണാതായി. കാണാതായവരിൽ 33 മലയാളികളും. നേപ്പാളിൽ വീണ്ടും മിന്നൽ പ്രളയ മുന്നറിയിപ്പ്. അതീവ ജാഗ്രതയിൽ നേപ്പാൾ ടിബറ്റൻ അതിർത്തി മേഖല. മെസ്സിയുടെ പേരിലെ തട്ടിപ്പിൽ കേസെടുത്ത ED. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെ കേസെടുത്തത് ഫെമ നിയമപ്രകാരം. വിദേശത്തേക്ക് പണം അയച്ചതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിനും നീക്കം. സുകുമാരക്കുറുപ്പ് കേസിൽ വീണ്ടും ട്വിസ്റ്റ്. സുകുമാരക്കുറുപ്പിന്റേത് എന്ന് പ്രചരിക്കുന്ന ഫോട്ടോകൾ തൃശൂർ കരുമത്ര സ്വദേശി ദാമോദര മേനോന്റേതെന്ന് ബന്ധുക്കൾ. സുകുമാരക്കുറുപ്പ് വിദേശത്തുണ്ടെന്ന പ്രചാരണം അഭ്യൂഹങ്ങൾ മാത്രമെന്ന് ആഭ്യന്തരമന്ത്രി. ഇന്റർപോളുമായി ബന്ധപ്പെട്ട് നിജസ്ഥിതി കണ്ടെത്താൻ ശ്രമിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി. സമസ്തയുടെ സർക്കുലർ വിവാദത്തിൽ സ്ത്രീകളെ പൊതുവേദിയിൽ കൊണ്ടുപോകുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യരുതെന്ന് സമസ്ത കാന്തപുരം വിഭാഗം. ആഘോഷങ്ങൾ മതപരമായ അതിർവരമ്പുകൾ ലംഘിക്കരുത് എന്നും സർക്കുലർ. ചരിത്രം കുറിച്ച പ്രജ്ഞാനന്ദ ഗ്രാൻഡ് ചെസ് ടൂർ ചാമ്പ്യനായി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ. നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ താരം. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. ഇതുവരെ 538 മരണം സ്ഥിരീകരിച്ചു. 288 ഇന്ത്യക്കാർ ഉൾപ്പെടെ 1500 പേരെ കാണാതായി. കാണാതായവരിൽ 33 മലയാളികളുമുണ്ട്. വീണ്ടും മിന്നൽ പ്രളയം മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ അതീവ ജാഗ്രതയിലാണ് നേപ്പാളിലെ ടിബറ്റൻ അതിർത്തി മേഖല. ടിബറ്റിൽ പ്രളയജലത്തിൽ രൂപം കൊണ്ട തടാകം തകർന്നതിനാൽ രക്ഷാപ്രവർത്തകരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, ഈ മരണസംഖ്യ ഉയരുന്നു എന്നത് ഈ പറഞ്ഞതുപോലെ ആശങ്ക അങ്ങേയറ്റം ഏറ്റുകയാണ്. പക്ഷേ ഈ മരിച്ചവരിൽ ഇന്ത്യക്കാരുണ്ടോ മലയാളികളുണ്ടോ എന്നത് അതിനേക്കാൾ അപ്പുറം ഒരു ആശങ്കയായി നിലനിൽക്കുന്നു. കാരണം ഈ കാണാതായ മലയാളികളെക്കുറിച്ചോ മറ്റോ യാതൊരു വിവരവും ഇനിയും ലഭിച്ചിട്ടില്ല. അവർ സുരക്ഷിതരാണ് എന്നതടക്കം നോർക്കെ അടക്കം പറയുന്നുണ്ട്. എങ്കിൽ കൂടിയും ആരുമായും കോൺടാക്റ്റിൽ എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല വീണ്ടും ഒരു മിന്നൽ പ്രളയത്തിനുള്ള സാധ്യത. മാത്രമല്ല പ്രളയജലത്തിൽ രൂപം കൊണ്ട തടാകം തകർന്നിരിക്കുന്നു. അതടക്കം ഈ രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ടോ? സ്വപ്ന, നിലവിൽ ടിബറ്റൻ അതിർത്തിയോട് ചേർന്ന മേഖലകളിൽ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള മിന്നൽ പ്രളയത്തിൽ ആ പ്രളയജലത്തിൽ രൂപം കൊണ്ട തടാകം അത് നദിയിലേക്ക് വെള്ളം ജലനിരപ്പ് ഉയരാൻ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് നദീതീരത്ത് നിന്ന് പൂർണ്ണമായും രക്ഷാപ്രവർത്തനം, ദുരിതാശ്വാസ പ്രവർത്തനവും നടത്തുന്നവരോട് പൂർണ്ണമായും നദീതീരത്ത് നിന്ന് മാറി നിൽക്കാനാണ് നേപ്പാൾ പോലീസ് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. അതിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തി മേഖലയോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിൽ പൂർണ്ണമായും രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട്. സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ, അതായത് നദിയിൽ ജലനിരപ്പ് താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മണ്ണ് മാറ്റിക്കൊണ്ട് ആളുകളുണ്ടോ എന്നുള്ള പരിശോധന നടത്തുന്നു. സൈന്യവും പോലീസും ദുരന്ത നിവാരണ സേനയും സംയുക്തമായി പുറത്തെടുക്കുന്ന മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ദുരന്ത നിവാരണ സേന വ്യക്തമാക്കുന്നത്. അവിടെയാണ് സ്വപ്ന ആദ്യം ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ മരിച്ചവർ 550-ലധികം മരണങ്ങൾ സംഭവിച്ചു എന്നിപ്പോൾ വ്യക്തമാക്കുമ്പോഴും ആരൊക്കെയാണ് ഈ ജീവൻ നഷ്ടപ്പെട്ടത് എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല. അതിൽ ഇന്ത്യക്കാരുണ്ടോ, അതിലെത്ര ഇന്ത്യക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ, മലയാളികൾ ഈ ജീവഹാനി സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതെല്ലാം തന്നെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അത് സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ കാലതാമസം എടുക്കും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ആദ്യം വലിയ പ്രാധാന്യം നൽകുന്നത് ഈ ദുരന്തം നടന്ന സ്ഥലങ്ങളിൽ നേരിട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനാണ്. മൃതദേഹങ്ങൾ ആശുപത്രികളിലേക്ക് മാറ്റുകയും അവിടെ തിരിച്ചറിയാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഒപ്പം വീണ്ടും മഞ്ഞുമല ഇടിയാനും മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നേപ്പാളിലുള്ളത്. കൂടാതെ നേപ്പാളിന് താഴെ പ്രദേശത്തുള്ള, നേപ്പാളിനോട് ചേർന്ന് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ബീഹാറും ഉത്തർപ്രദേശും പശ്ചിമ ബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ നദികളിൽ നിന്ന് നേപ്പാളിൽ നിന്ന് ഒഴുകിയെത്തിയിട്ടുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് നദീതീരങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇന്ത്യൻ എംബസി, അത് നേപ്പാളിലെയും ചൈനയിലെയും ഇന്ത്യൻ എംബസികളും ഒപ്പം വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യക്കാരുടെ വിവരങ്ങൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പരിശോധന നടത്തുകയാണ്. ബന്ധപ്പെടാൻ സാധിക്കുന്ന എല്ലാവരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനാണ് പ്രഥമ
പ്രഥമ പരിഗണന നൽകുന്നത്. ഇതിനോടകം 63-ലധികം ഇന്ത്യക്കാരെ, ഒറ്റപ്പെട്ടു പോയ ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിരവധി തമിഴ്നാട് സ്വദേശികൾ ഉൾപ്പെടെ ഉണ്ട് എന്ന കാര്യം വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. നിലവിലെ ലഭ്യമാകുന്ന ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 288 ഇന്ത്യക്കാരെയാണ് കാണാതായിട്ടുള്ളത്. അതിൽ കൂടുതൽ ഇന്ത്യക്കാരെ, തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവരെ കാണാതായിട്ടുണ്ട് എന്ന പ്രാദേശിക റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ പോലും വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് 288 ഇന്ത്യക്കാരെ കാണാതായിട്ടുണ്ടെന്നാണ്. ആകെ ഈ അപകടത്തിൽ 1500-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട്. അതിൽ ഇന്ത്യ, ബ്രിട്ടൻ, US ഉൾപ്പെടെ നിരവധി വിദേശ രാജ്യങ്ങളിലെ പൗരന്മാരും നേപ്പാളി പൗരന്മാരും ഉൾപ്പെടെ 1500-ലേറെ പേരെ കാണാതായി എന്നാണ് നേപ്പാൾ സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചത്. ഏതായാലും കനത്ത നാശനഷ്ടമാണ് ഈ പ്രളയം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം വ്യാപ്തിയാണ് ഈ മിന്നൽ പ്രളയം ഉണ്ടാക്കിയത് എന്ന്. ഈ കോട്ടയക്കോശി നദിക്ക് ഈ ഇരുവശവുമുള്ള ഗ്രാമങ്ങളെ പൂർണ്ണമായും തുടച്ചു നീക്കുന്ന രീതിയിലായിരുന്നു ആ വെള്ളം താഴേക്ക് കുത്തിയൊലിച്ചു പോയത്. അതുകൊണ്ട് ആ മണ്ണിനടിയിലേക്ക് എത്ര ജീവനുകൾ പോയിട്ടുണ്ട്. തീർച്ചയായും വിഷ്ണു, അത് തന്നെയാണ്. 1500-ഓളം പേരെ കാണാതായി എന്ന് പറയുമ്പോൾ ആ വെള്ളമടക്കം ഇരച്ചു വരുന്ന ദൃശ്യങ്ങൾ കാണുന്നു. ഒരു പ്രദേശം അപ്പാടെ തുടച്ചു മാറ്റപ്പെട്ടു. ഇതിനിടയിൽ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്തുക എന്നതാണ് ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം. ഈ പറഞ്ഞതുപോലെ 288 ഇന്ത്യക്കാരെയാണ് ഇനിയിപ്പോൾ കാണാനില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. മാത്രമല്ല, ഈ മരിച്ചവരിൽ എന്താണ്, മരിച്ചവരിൽ മലയാളികളുണ്ടോ അല്ലെങ്കിൽ ഇന്ത്യക്കാരുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളടക്കം അറിയേണ്ടതുണ്ട്. ഇവിടെ നിന്നും കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നടക്കമുള്ള പരാതികളും സംസ്ഥാനത്ത് വ്യാപകമായി ഉണ്ട്. സോ എന്താണ് ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങളടക്കം അതിനും മേലെയാണ് ഈ പറഞ്ഞതുപോലെ വീണ്ടും ഒരു മിന്നൽ പ്രളയത്തിൻ്റെ സാധ്യത. ഈ പ്രളയജലം ഒഴുകി വന്ന് രൂപം കൊണ്ട തടാകം അത് തകർന്നിരിക്കുന്നു. അതുകൊണ്ടടക്കം ഈ രക്ഷാപ്രവർത്തകരോട് സുരക്ഷിത മേഖലകളിലേക്ക് അല്ലെങ്കിൽ സുരക്ഷിതമായ പ്രദേശങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. നേപ്പാളിലേക്ക് തീർത്ഥയാത്ര പോയ പൊന്നാനി സ്വദേശികളായ 4 കുടുംബത്തെ കാണാനില്ല. പൊന്നാനി തൃക്കാവ് സ്വദേശി ശ്രീധരൻ അയ്യരുടെ കുടുംബത്തെയാണ് കാണാതായത്. കുടുംബത്തെ കണ്ടെത്താൻ തീവ്രശ്രമം നടക്കുന്നതായി പൊന്നാനി MLA നൌഷാദ് അലി അറിയിച്ചു. കൈലാസ തീർത്ഥയാത്രയ്ക്കായി 21-ാം തീയതിയാണ് പൊന്നാനി സ്വദേശികളായ കുടുംബം ഓസ്ട്രേലിയയിൽ നിന്ന് നേപ്പാളിലേക്ക് പോയത്. മിന്നൽ പ്രളയം ഉണ്ടാകുന്നതിന് 3 മണിക്കൂർ മുൻപ് ബന്ധുക്കളെ ഇവർ ഫോണിൽ വിളിച്ചിരുന്നു. പൊന്നാനി തൃക്കാവ് ഈശ്വര നിലയത്തിലെ ശ്രീധരൻ അയ്യർ, ഭാര്യ ലക്ഷ്മി, മക്കളായ ഋഷഭ്, രുദ്ര എന്നിവരെയാണ് പ്രളയത്തിനിടയിൽ കാണാതായത്. പ്രളയത്തിന് 1.5 മണിക്കൂർ മുൻപ് മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് കുടുംബം ചെക്കൗട്ട് ചെയ്തിരുന്നു. പക്ഷെ തുടർന്ന് അവരെ ഒരു സുരക്ഷിത സ്ഥാനത്തേക്കായിരിക്കും മാറിയിട്ടുണ്ടാവുക എന്നുള്ളൊരു ധാരണയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനുശേഷം അവരെ കുറിച്ചുള്ള വിവരങ്ങളില്ല. അപ്പോൾ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ കാഠ്മണ്ഡുവിൽ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് അവർ ഈ ടിബറ്റൻ അതിർത്തിയിലേക്ക് പോയിട്ടുണ്ട്. അവരെ റെസ്ക്യൂ ടീമുമായിട്ട് ബന്ധപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ എംബസിയും ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷനും ജോയിൻ്റ് ആയിട്ട് അവിടുത്തെ റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചുകൊണ്ട് ഇവരുടെ വിശദാംശങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. അപകടത്തെ തുടർന്ന് ശ്രീധരയ്യരുടെ ബന്ധുക്കൾ നേപ്പാളിലേക്ക് തിരിച്ചിട്ടുണ്ട്. കുടുംബം സുരക്ഷിതമായ പ്രദേശത്ത് കഴിയുന്നുണ്ടാകാമെന്നും പ്രളയത്തെ തുടർന്ന് ആശയവിനിമയ സംവിധാനങ്ങൾ താറുമാറായതാകാം ഫോണിലൂടെ ബന്ധപ്പെടാൻ തടസ്സമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ബന്ധുക്കൾ. അമൃത ന്യൂസ്, മലപ്പുറം. സുകുമാരക്കുറുപ്പുമായി രൂപസാദൃശ്യമുള്ളയാളെ ബ്രൂണയിൽ കണ്ടെത്തിയെന്ന വാർത്തയിൽ ട്വിസ്റ്റ്. കഴിഞ്ഞ ദിവസം സുകുമാരക്കുറുപ്പിൻ്റെതെന്ന നിലയിൽ പുറത്തുവന്ന പാസ്പോർട്ടിലെ ചിത്രങ്ങൾ തൃശൂർ സ്വദേശി ദാമോദര മേനോൻ്റെതെന്ന് ബന്ധുക്കൾ അവകാശപ്പെട്ടു. കരുമത്ര സ്വദേശിയാണ് ദാമോദര മേനോൻ. ഇയാൾ വർഷങ്ങളായി ബ്രൂണയിലാണെന്നും ബന്ധുക്കൾ പറഞ്ഞു. പുറത്തുവന്ന ചിത്രങ്ങൾ കരുമത്ര സ്വദേശി ദാമോദര മേനോന്റേതാണെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇയാൾ ഇടയ്ക്ക് ഫോണിൽ വിളിക്കുകയും ബന്ധുക്കളുമായി സംസാരിക്കാറുമുണ്ട്. ദാമോദര മേനോന് 80 വയസ്സിനടുത്ത് പ്രായമുണ്ട്. പുറത്തു വന്ന ചിത്രം 3 മാസം മുമ്പ് കണ്ടിട്ടുണ്ടെന്നും വാട്സാപ്പിൽ ഉൾപ്പെടെ പ്രചരിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. ഇത് എനിക്ക് ആളെ അയച്ചു തന്നതുകൊണ്ട് ആണെന്ന് തോന്നുന്നുണ്ട്. ഒരു 1.5 മാസമായിട്ടുണ്ടാവണം. അന്നിങ്ങനെ സുഖമില്ലാന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പം ഞാൻ ജസ്റ്റ് വിളിച്ചു ഇങ്ങോട്ട് നാട്ടിലേക്ക് പോരൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ല, ഞാൻ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഞാൻ നാട്ടിൽ വന്ന് സെറ്റിൽ ആവാനാണ്. അതേസമയം പോലീസ് ഇന്റർപോളുമായി ബന്ധപ്പെട്ട നിജസ്ഥിതി ഉൾപ്പെടെ കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നും ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് അഭ്യൂഹങ്ങൾ മാത്രമാണുള്ളതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇതൊരു LP കേസാണ്, ലോൺ പെൻഡിങ് കേസാണ്. അപ്പോൾ ഞാൻ ADGP ക്രൈംബ്രാഞ്ച് ശ്രീ വെങ്കടേഷിനോട് ഇതിനെപ്പറ്റി അന്വേഷിക്കാനായി പറഞ്ഞിട്ടുണ്ട്.
അത് കേരള പോലീസ് ഇന്റർപോളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഇതിപ്പോൾ നമുക്കുള്ള അഭ്യൂഹങ്ങളാണ് ഉള്ളത്. 26 വർഷങ്ങൾക്ക് മുമ്പാണ് ദാമോദര മേനോൻ അവസാനമായി നാട്ടിലെത്തിയത്. പൂനെയിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ലണ്ടനിലേക്ക് പോയി. പിന്നീട് തിരിച്ചു വരികയും മലേഷ്യയിലേക്ക് പോവുകയുമായിരുന്നു. 40 വർഷങ്ങൾക്ക് മുമ്പാണ് ദാമോദര മേനോൻ മലേഷ്യയിലേക്ക് പോയത്. പാലക്കാട് സ്വദേശിയാണ് വിവാഹം ചെയ്തിട്ടുള്ളത്. 2 മക്കളുണ്ട്. നിലവിൽ ദാമോദര മേനോൻ ഒരു അപകടത്തിൽപ്പെട്ട് ചികിത്സയിലാണെന്നും സഹോദരൻ വ്യക്തമാക്കി. ചിത്രങ്ങൾ എങ്ങനെ പ്രചരിച്ചു എന്നതിൽ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന വാഗ്ദാനത്തിൽ കൂടുതൽ നടപടിയുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഫെമ നിയമപ്രകാരം റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെ കേസെടുത്തു. വിദേശത്തേക്ക് പണം അയച്ചതുമായി ബന്ധപ്പെട്ട നടപടിയിലാണ് കേസ്. ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞ് നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ വലിയ ക്രമക്കേടുണ്ടെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. സാമ്പത്തിക ഇടപാടുകളിൽ GST തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള വിവരത്തിന് പുറമെയാണ് കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരുന്നത്. നിലവിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം കണ്ടെത്തി കേസെടുത്തിട്ടുള്ളത്. സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് EDയുടെ നടപടി. GST വകുപ്പിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്. 126 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നുവെന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഉടമകൾ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ഈ പണം എങ്ങനെയാണ് വിദേശത്തേക്ക് അയച്ചതെന്നും സാമ്പത്തിക സ്രോതസ് എന്തെന്നുമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള സമ്മതപത്രം, സ്പോൺസർഷിപ്പ് രേഖകൾ എന്നിവ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള നടപടികളും ED ആലോചിക്കുന്നുണ്ട്. ഇതിന് സംസ്ഥാന ഏജൻസികൾ ഏതെങ്കിലും തരത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യണം. സംസ്ഥാന സർക്കാരിന്റെ പണം ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നിലവിൽ പുതിയ സർക്കാർ നടത്തുന്നുണ്ട്. അതേസമയം 126 കോടി രൂപയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് GST വകുപ്പ് സമാന്തര അന്വേഷണവും നടത്തുന്നുണ്ട്. 22 കോടി രൂപ GST അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ചാനൽ ഉടമകൾക്ക് വകുപ്പ് കത്തും നൽകിയിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ഇസ്ലാമിക ആഘോഷങ്ങളിൽ സ്ത്രീകളെ പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിക്കരുതെന്ന വിവാദ നിർദ്ദേശവുമായി സമസ്ത കാന്തപുരം വിഭാഗം. അന്യപുരുഷന്മാർക്കിടയിലോ വേദിയിൽ പൊതുയിടങ്ങളിലോ സ്ത്രീകളെ കൊണ്ടുവരരുത്. ആഘോഷങ്ങൾ അതിരുകടക്കുന്നത് തടയണമെന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പ്രസ്താവനയിലൂടെ പറഞ്ഞു. ഇസ്ലാമിക ആഘോഷങ്ങൾ അതിരുകടക്കരുത്, മഹല്ല് നേതൃത്വം ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശത്തോടെയാണ് കാന്തപുരം AP വിഭാഗം പ്രസ്താവന പുറപ്പെടുവിച്ചത്. ഇസ്ലാമിക ആഘോഷങ്ങളും ചടങ്ങുകളും മതപരമായ അതിർവരമ്പുകൾ ലംഘിച്ച് മുന്നോട്ടു പോകുന്നത് ഗൗരവത്തോടെ കാണണമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ, ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്നിവർ ചേർന്നിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഇത്തരം പരിപാടികൾ തികച്ചും ഇസ്ലാമിക മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നടക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ മഹല്ല് ഭാരവാഹികളും പള്ളി, മദ്രസ, മറ്റ് സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവരുടെ നേതൃത്വവും പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം. നബിദിന ആഘോഷങ്ങളിൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ചതിന് പിന്നാലെ വിമർശനം ഉയർന്നതോടെയാണ് മഹലുകൾക്കും മദ്രസകൾക്കും നിർദ്ദേശവുമായി സമസ്ത കാന്തപുരം വിഭാഗം രംഗത്തെത്തിയത്. പൊതുനിരത്തുകളിലും സ്റ്റേജുകളിലും അന്യപുരുഷന്മാർക്കിടയിൽ യുവതികളെ പ്രദർശിപ്പിക്കുന്നതും ഇസ്ലാമികമല്ലാത്ത ആചാരങ്ങളും ആഘോഷ രീതികളും കൂട്ടിയിണക്കുന്നതും വിശ്വാസികൾക്ക് ചേർന്നതല്ലെന്നും അത് അനുവദനീയമല്ലെന്നും നേതാക്കൾ പറയുന്നു. മതകീയ മൂല്യങ്ങളും അച്ചടക്കവും കാത്തുസൂക്ഷിച്ചുകൊണ്ട് മാത്രമായിരിക്കണം മഹല്ല് തലത്തിലും അല്ലാതെയും നടക്കുന്ന മുഴുവൻ പരിപാടികളും സംഘടിപ്പിക്കേണ്ടത്. വരും തലമുറയിലേക്ക് സന്മാർഗീയമായ മാതൃകകൾ പകർന്നു നൽകാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്ന് ഓർമ്മപ്പെടുത്തിയാണ് പ്രസ്താവന അവസാനിപ്പിക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. വഖഫ് വിഷയത്തിൽ ഉമർ ഫൈസി മുക്കത്തിന് മറുപടിയുമായി നാസർ ഫൈസി കൂടത്തായി. ഉമർ ഫൈസി മുക്കത്തിന്റെ നിലപാട് വഖഫ് ബോർഡിന് കളങ്കമുണ്ടാക്കിയെന്നും അദ്ദേഹം CPMന്റെ ചട്ടുകമായി മാറിയെന്നും സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി പ്രതികരിച്ചു. വഖഫ് ബോർഡിൽ RSS നിയമന ചർച്ച എവിടെയും നടന്നിട്ടില്ല. സർക്കാർ ചർച്ച നടത്തി എന്നത് അനാവശ്യ വിവാദമുണ്ടാക്കാനാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമസ്തയുടെ പ്രാതിനിധ്യത്തിൽ വഖഫ് ബോർഡിൽ എത്തപ്പെട്ടവർ പരസ്യമായി സുപ്രീം കോടതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. അതിന് ഘടകവിരുദ്ധമായിക്കൊണ്ട് പുറത്തു പറയുന്നു. സ്വയം കള്ളന്മാർ കള്ളൻ എന്ന് വിളിച്ചുകൊണ്ട് കള്ളനെ തേടുന്ന പ്രഹസനപരമായിരിക്കുന്നൊരു സമീപനമാണ് നമ്മൾ കാണുന്നത്. കുർബാന വിഷയത്തിൽ ഉണ്ടാക്കിയ സമവായത്തിൽ നിന്ന് പിന്മാറുമെന്ന ഭീഷണിയുമായി എറണാകുളം അങ്കമാലി അതിരൂപത, അൽമായ മുന്നേറ്റവും വൈദികരും. എറണാകുളം അതിരൂപതയ്ക്ക് സഹായമെത്രാന്മാരെ നിയമിക്കാത്തതിലാണ് പ്രതിഷേധം. വലുപ്പത്തിൽ ഇന്ത്യയിലെ 2ാമത്തേതും സഭയിൽ 1ാമത്തേതുമായ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത സ്വന്തമായി മെത്രാനില്ലാതെ അനാഥമായി തുടരുകയാണെന്നും എന്നാൽ താരതമ്യേന ചെറിയ രൂപതയായ കോട്ടയം രൂപതയ്ക്ക് 4 മെത്രാന്മാരുണ്ടാകുന്നത് സഭാചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത നടപടിയാണെന്നും ഇവർ പറയുന്നു.
എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കെതിരെ സീറോ മലബാർ സഭാ സിനഡ് അനീതിയും അവഗണനയും തുടരുകയാണ്. ഇതിനെതിരെ അന്ത്യശാസനവുമായാണ് വൈദികരും ഇടവ പ്രതിനിധികളും കൊച്ചിയിൽ പ്രതിഷേധ യോഗം ചേർന്നത്. സീറോ മലബാർ സിനഡിൻ്റെ അപക്വമായ നടപടികൾ അംഗീകരിക്കില്ലെന്നും കോട്ടയം രൂപതയ്ക്ക് മൂന്നാമതൊരു സഹായമെത്രാനെ നൽകിയത് ഇതുവരെ പാലിച്ചു പോന്ന സഭാ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഇവർ കുറ്റപ്പെടുത്തി. കാരണം ഇത് സഭയുടെ കത്തോലിക്ക സഭയ്ക്ക് ഒരു ഇന്ത്യൻ ഭരണഘടന എന്നതുപോലെ കാനോനിക നിയമങ്ങളുണ്ട്. ആ കാനൂനിക നിയമങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് തക്കതായ ഒരു നിവേദനം മാർപ്പാപ്പയ്ക്ക് ഞങ്ങൾ കൊടുക്കുന്നതാണ്. 2 ലക്ഷത്തിൽ താഴെ മാത്രം വിശ്വാസികളുള്ള കോട്ടയം രൂപതയ്ക്ക് 3 സഹായ മെത്രാന്മാരടക്കം 4 മെത്രാന്മാരുണ്ടാകുമ്പോൾ 6 ലക്ഷം വിശ്വാസികളുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു സഹായ മെത്രാൻ പോലുമില്ലാത്ത സാഹചര്യമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയെ നിരന്തരം അവഗണിച്ച് മുന്നോട്ട് പോകാനുള്ള സിനഡ് തീരുമാനം അംഗീകരിക്കാൻ സാധിക്കില്ല. അതായത് ഇവിടെ ഇതൊരു 2ാം തരം അതിരൂപതയാണ് എന്ന മട്ടിൽ സീറോ മലബാർ സഭയിലെ മറ്റു ബിഷപ്പുമാർ കരുതുന്നത് വലിയ അപകടം പിടിച്ചൊരു സാഹചര്യമാണ്. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിഷയത്തിൽ പുറമേ നിന്നുള്ള ബിഷപ്പുമാർ നിരന്തരമായി ഇടപെടുന്നു. ഒരാവശ്യമുള്ള കാര്യമല്ല. അതെന്തുകൊണ്ടാണ്? ഞങ്ങൾക്കിവിടെ ഒരു ബിഷപ്പില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്തിനു വേണ്ടിയാണ് നമ്മൾ സമവായം ഉണ്ടാക്കിയത്? ഈ സീറോ മലബാർ സഭയോട് സമ്പൂർണ്ണമായി യോജിച്ചു പോകാനാണ്. ഇവിടെ 328 പള്ളികളുള്ളതിനകത്ത് മിക്കവാറും ഒരു 300 ചിലാൻ പള്ളികളിലും ഈ സമവായം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമാധാനപരമായി ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നു. എന്നിട്ടും ഞങ്ങൾക്കൊരു ബിഷപ്പിനെ തരാൻ ഇവർ തയ്യാറാകാത്തത് ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കും. അടുത്ത സിനഡിനുള്ളിൽ ഇത് നടന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഈ സമവായത്തിൽ നിന്ന് പിന്മാറുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. സമ്പത്തുള്ളവർക്ക് സ്ഥാനമാനങ്ങൾ നൽകി ആദരിക്കുന്ന തരത്തിലേക്ക് സഭാ സംവിധാനങ്ങൾ തകർന്നുവെന്നും കലൂരിൽ പ്രതിഷേധ യോഗം ചേർന്ന സമിതി അംഗങ്ങൾ ആരോപിച്ചു. അതിരൂപതാ വൈദികരിൽ നിന്ന് മെത്രാന്മാരെ ലഭിക്കുന്നതുവരെ ഇടവകകളിൽ മേജർ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ളവരെ ബഹിഷ്കരിക്കാനും യോഗം ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, കൊച്ചി. സീറോ മലബാർ സഭയുടെ കോട്ടയം അതിരൂപതയുടെ പുതിയ സഹായമെത്രാനായി ഫാദർ തോമസ് ആനിമൂട്ടലിനെ പ്രഖ്യാപിച്ചു. സീറോ മലബാർ സഭയിലെ ജ്ഞാനായ വിഭാഗമാണ് കോട്ടയം രൂപത. ലോകമെമ്പാടുമുള്ള ജ്ഞാനായ വിഭാഗത്തിലെ സീറോ മലബാർ സഭാംഗങ്ങൾ ഈ അതിരൂപതയ്ക്ക് കീഴിലാണ് വരിക. 3ാമത്തെ സഹായമെത്രാനായാണ് ഇദ്ദേഹം സേവനം ചെയ്യുക. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മാർപ്പാപ്പയുടെ അംഗീകാരപത്രം വായിച്ചു. കോട്ടയം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് സഹായമെത്രാന്മാരായ ജോസഫ് പണ്ടാരശ്ശേരി, ഗി വർഗീസ് മാർ അപ്രേം എന്നിവർ ചേർന്ന നിയുക്ത മെത്രാനെ സ്ഥാനിക ചിഹ്നങ്ങൾ അണിയിച്ചു. മെത്രാന്റെ സ്ഥാനാരോഹണം പിന്നീട് നടക്കും. 172ാമത് ശ്രീനാരായണ ഗുരു ജയന്തി സമ്മേളനം ശിവഗിരിയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ രാവിലെ പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. മന്ത്രി എം ലിജു, അടൂർ പ്രകാശ് MP, വി ജോയ് MLA തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവിന്റെ കൃതികൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും ദൈവദശകത്തിലെ വരികൾ പ്രാർത്ഥനാലാപനമാക്കണമെന്നും സ്വാമി സച്ചിദാനന്ദ ആവശ്യപ്പെട്ടു. ഇക്കാര്യം നിയമസഭാ സമ്മേളനത്തിൽ സബ്മിഷനായി താൻ അവതരിപ്പിക്കുമെന്ന് വി ജോയ് MLA ഉറപ്പു നൽകി. വൈകിട്ട് ചെമ്പഴന്തിയിൽ നടക്കുന്ന ജയന്തി സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യരാണ് എന്ന് ഉറച്ച പ്രഖ്യാപനം നടത്തി അന്നുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന എല്ലാ തെറ്റുകളെയും അതിശക്തമായി ചോദ്യം ചെയ്തു ഗുരുദേവൻ. സൗമ്യമായിരുന്നു. സൗമ്യമായ വാക്കുകൾ കൊണ്ട് നമ്മുടെ സാമൂഹ്യ രംഗത്ത് കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഗുരുദേവന്റെ ഏറ്റവും വലിയ പ്രസക്തി. ആ വാക്കുകൾ ഇന്നും അത് സൂര്യചന്ദ്രന്മാർ ഉള്ള കാലത്തോളം എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം ഉണ്ടാവും. ശിവപ്രതിഷ്ഠ നടത്തി സവർണ മേധാവിത്വത്തെ വെല്ലുവിളിച്ച് കണ്ണാടി പ്രതിഷ്ഠ നടത്തി നീ തന്നെയാണ് അവൻ എന്ന് നീ നിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ മനുഷ്യനെ പ്രേരിപ്പിച്ച എല്ലാത്തിനും മറുമരുന്നായി എല്ലാ സംഘർഷങ്ങൾക്കും എല്ലാ ഭിന്നിപ്പുകൾക്കും ഇല്ല ഒരു മരുന്നായി ഗുരുദേവ ദർശനം മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. കേരളത്തിൻ്റെ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തേജകമായി ഗുരുദർശനം മാറിയ കാഴ്ചയും നമ്മളെല്ലാം കണ്ടു. നമ്മൾ ഇന്ന് ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലും മനുഷ്യരുടെ മനസ്സിലുള്ള ജാതിമത ചിന്തകളെ അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ, ചെറുത്ത് തോൽപ്പിക്കാൻ നമുക്കെല്ലാമുള്ള നമ്മുടെ ശക്തിയും നമ്മുടെ ആത്മവിശ്വാസവും എല്ലാം ഗുരുദേവ ദർശനങ്ങളാണ്, ഗുരുദേവന്റെ വാക്കുകളാണ്. പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ അദ്ദേഹം അവരെ പ്രേരിപ്പിച്ചു. വിദ്യയാണ്, വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനം.
അന്ധകാരത്തിലേക്കാണ് വെളിച്ചം വരുന്നത് പോലെ അജ്ഞാനത്തിന്റെ അന്ധകാരത്തിലേക്കാണ് ജ്ഞാനമാകുന്ന വെളിച്ചം വരുന്നത് എന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. ഇന്ത്യയിലെ നമുക്കൊരു ഭാരതീയമായ ഋഷി പാരമ്പര്യമുണ്ട്. വലിയൊരു പാരമ്പര്യമാണ്, മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാനില്ലാത്ത ഋഷി പാരമ്പര്യം. പക്ഷെ ആ ഋഷിവര്യന്മാരിൽ അവരെല്ലാവരും അന്വേഷിച്ചു പോയത് ആ പൊരുൾ തേടിയുള്ള അന്വേഷണത്തിനാണ്. അവർ പലരും പല മാർഗങ്ങൾ തിരഞ്ഞെടുത്തു. ജ്ഞാനമാർഗം തിരഞ്ഞെടുത്തു, കർമ്മമാർഗം തിരഞ്ഞെടുത്തു, അല്ലെ, ഭക്തിമാർഗം തിരഞ്ഞെടുത്തു, പൊരുൾ തേടി. ആ പൊരുൾ തേടി അവർ ആ പൊരുൾ കണ്ടെത്തിയപ്പോൾ അവരെല്ലാവരും ജീവിതത്തിൽ എല്ലാം പൂർത്തിയായി എന്ന് കണ്ടു. അവരെല്ലാം ഹിമവത്സൃംഗങ്ങളിലേക്ക് തപസനുഷ്ഠിക്കാൻ പോയി. പക്ഷെ ഗുരുദേവൻ മാത്രം പൊരുൾ കണ്ടെത്തിയിട്ടും അദ്ദേഹം നോക്കിയത്, അതാണ് മറ്റുള്ള ഋഷിവര്യന്മാരിൽ നിന്നും ഗുരുദേവനെ വ്യത്യസ്തമാക്കുന്നത്. ഗുരുദേവൻ താഴേക്കാണ് നോക്കിയത്. താഴേക്ക് നോക്കിയപ്പോൾ ഉള്ള ജനങ്ങളുടെ ദീനതകൾ, അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ, അവരനുഭവിക്കുന്ന വേദന, അവരനുഭവിക്കുന്ന ദാരിദ്ര്യം, ഇതെല്ലാം മാറ്റാനുള്ളതാണ് തൻ്റെ ദൈവികമായ നിയോഗമെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം ആ മനുഷ്യരുടെ ഇടയിലേക്ക് വന്നു. പിന്നെ ഉണ്ടായത് ചരിത്രമാണ്, മാറ്റമാണ്. ആ മാറ്റമാണ്, ആ ആവേശകരമായ ചരിത്രമാണ് നമുക്ക് കേരളത്തിൽ ഇന്ന് അഭിമാനിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ളത്. നമുക്ക് എൻ്റെ സ്വപ്നം കേരളം അഭിമാനത്തോടു കൂടി ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയണം, ഞങ്ങളുടെ കേരളം മതേതര കേരളമാണ്. ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ ഭിന്നിപ്പില്ലാത്ത ഈ ലോകത്തിന് മുഴുവൻ മാതൃകയായ ഒരു നാടാണ് കേരളം എന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മം കൊണ്ട് പുണ്യമായ ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് വിളിച്ചു പറയാവുന്ന ഒരു ദിവസം ഉണ്ടാകും. ഉറക്കെ നമുക്ക് പറയണം, നമ്മളെല്ലാം അക്ഷരാർത്ഥത്തിൽ ശ്രീനാരായണീയരായി മാറണം. മഹാത്മാ അയ്യങ്കാളിയുടെ 163ാമത് ജയന്തി ആഘോഷം വിവിധയിടങ്ങളിൽ നടക്കുന്നു. തിരുവനന്തപുരം വെള്ളയമ്പലത്തെ അയ്യങ്കാളി സ്ക്വയറിൽ രാവിലെ മന്ത്രി കെ തുളസി പുഷ്പാർച്ചന നടത്തി. മന്ത്രി കെ മുരളീധരൻ, കൊടിക്കുന്നിൽ സുരേഷ് MP തുടങ്ങിയവർ പങ്കെടുത്തു. ദേവസ്വം ബോർഡുകളുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും നിയമിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു കൊടിക്കുന്നിൽ സുരേഷ് MP. അയ്യങ്കാളി ജയന്തി ദിനത്തിൽ ദേവസ്വം മന്ത്രി കെ മുരളീധരന്റെ സാന്നിധ്യത്തിലായിരുന്നു MPയുടെ നിർദ്ദേശം. മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിലും കൊടിക്കുന്നിൽ സമാന ആവശ്യം ഉന്നയിച്ചു. CSDSന് അനുവദിച്ച കോളേജ് ഈ സർക്കാർ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. എന്തുകൊണ്ട് ഈ 5 ദേവസ്വം ബോർഡുകളിൽ ഒരു ചെയർമാൻ സ്ഥാനം അല്ലെങ്കിൽ കൊടിക്കുന്നിലിന്റെ ആവശ്യത്തോട് അനുകൂല നിലപാടായിരുന്നു ദേവസ്വം മന്ത്രി കെ മുരളീധരന്. സ്റ്റാറ്റ്യൂട്ടറി അനുസരിച്ച് ഒരു കൊല്ലത്തിൽ കൊച്ചി ദേവസ്വം മാത്രമാണ് 8 മാസമുള്ളത്, ബാക്കിയെല്ലാം ഒരു കൊല്ലത്തിൽ മേലെയുണ്ട്. വൈകുന്നേരം CSDS സംഘടിപ്പിച്ച അയ്യൻകാളി അനുസ്മരണത്തിൽ കൊടിക്കുന്നിൽ ഈ ആവശ്യം ആവർത്തിച്ചു. മുഖ്യമന്ത്രി VD സതീശന്റെ സാന്നിധ്യത്തിൽ ഉന്നയിച്ചപ്പോൾ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും അതുമാത്രമായിരുന്നില്ല. ദേവസ്വം ബോർഡ് മാത്രമല്ല, കേരളത്തിൽ എത്ര സർവകലാശാലകളുണ്ട്? 10-30ഓളം സർവകലാശാലകളുടെ തലപ്പത്തിരിക്കുന്നവർ. ആ തലപ്പത്ത് നമുക്ക് ഇപ്പോഴും വൈത്തമാണ്. വൈസ് ചാൻസലർമാർ, പ്രോ വൈസ് ചാൻസലർമാർ, രജിസ്ട്രാർമാർ. ആ പദവികളിൽ നമുക്ക് അവസരമുണ്ടോ? നമുക്ക് എത്തി നോക്കാൻ പറ്റുന്നുണ്ടോ? സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച മുഖ്യമന്ത്രി നിർണായകമായിട്ടുള്ള ഉറപ്പും മറുപടിയിൽ നൽകി. ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആ ദളിത് ക്രൈസ്തവരെന്നുള്ള നിലയിലുള്ള പ്രിവിലേജ് കിട്ടുന്നില്ല, ദളിതരുടെ സംവരണം കിട്ടുന്നില്ല. അവരെ കൂടി ഈ സർക്കാർ ചേർത്ത് പിടിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് CSDSനൊരു കോളേജ് അനുവദിച്ചത്. പക്ഷേ അത് യാഥാർത്ഥ്യമായില്ല 10 വർഷക്കാലം. ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ള പരിണതപ്രജ്ഞനായ നേതാവ് നിങ്ങൾക്കൊരു കോളേജ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വന്ന എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും അത് നടപ്പാക്കാനുള്ള ബാധ്യതയുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കഴിഞ്ഞ 3 മാസമായി പാർട്ടി നിശ്ചലമാണെന്നും KPCC പ്രസിഡന്റിനെ നിയമിക്കേണ്ടത് അനിവാര്യമാണെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അതേസമയം UDFന്റെ വിജയത്തിലെ തന്റെ പങ്കിനെക്കുറിച്ചുള്ള അൻവറിന്റെ അവകാശവാദം മുല്ലപ്പള്ളി തള്ളി. പിണറായിക്കെതിരെയുള്ള വികാരവും കോൺഗ്രസ് പ്രവർത്തകരുമാണ് UDFന്റെ വിജയത്തിന് പിന്നിലെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. KPCC അധ്യക്ഷനെ എത്രയും പെട്ടെന്ന് നിയമിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം 101 ദിവസമായി ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്തിട്ട് ഈ കഴിഞ്ഞ ഏതാണ്ട് 3 മാസക്കാലമായി കേരളത്തിലെ കോൺഗ്രസ് ഏറെക്കുറെ നിശ്ചലമായിട്ടാണ് ഇരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ഒരു പ്രസിഡന്റിന് വേണം. ഒരു മുഴുവൻ സമയ പ്രസിഡന്റാണ് വേണ്ടത്. ഞാൻ ഇവിടെ വെച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു അഡ്വോക്ക് പ്രസിഡന്റ് അല്ല വേണ്ടത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാന തർക്കത്തിലെ പ്രസ്താവനകളിൽ നേതാക്കൾ മിതത്വം പാലിക്കണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെയാണ് പരിഹരിക്കേണ്ടത്. അതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പിണറായിയുടെ പരാമർശം മുൻപുണ്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് വന്നതാണ് എന്നും TP കൊച്ചിയിൽ പറഞ്ഞു. ഉപനേതൃത്വ പദവി മുൻകാലങ്ങളിൽ CPM വഹിച്ചിട്ടുണ്ട്. അതിവിടെ മാറ്റം വരുത്താൻ ഇടയും തീരുമാനമെടുത്തിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പുതിയ തർക്കം CPM ഉന്നയിച്ചു. അത് പരസ്പര സംഭാഷണത്തിലൂടെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും തുടരാം. ആരെല്ലാം എന്ത് അഭിപ്രായങ്ങൾ പറഞ്ഞാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രാഷ്ട്രീയ നിലപാട് ഉയർന്നു നിൽക്കുകയാണ്. എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ തർക്കങ്ങൾ പരസ്പര കൂടിയാലോചനയോടെ പരിഹരിക്കുക എന്നുള്ളതാണ്. ഇത് മുന്നണി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന വിഷയമല്ല. ഇതൊക്കെ ഓരോ പൊസിഷന്റെ പ്രശ്നം ബന്ധപ്പെട്ട പാർട്ടികളുമായി ചർച്ച നടത്തി തീരുമാനിച്ചു പോകുന്ന പ്രശ്നം. മൂവാറ്റുപുഴ ജില്ലയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആദ്യഘട്ട പരിശ്രമം പൂർണ്ണ വിജയമെന്നും ജില്ല യാഥാർത്ഥ്യമാകുന്നതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ തുടങ്ങിയെന്നും മാത്യു കുഴൽനാടൻ MLA. മറ്റു ജില്ലക്കാർ പുതിയ ജില്ലകൾ വേണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെയും ആവശ്യങ്ങൾ പരിഗണിച്ച് വേണം UDF മുന്നോട്ട് പോകുവാനെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ല യാഥാർത്ഥ്യമാകുന്നത് ചർച്ചകൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ഇത്തവണ മൂവാറ്റുപുഴയിൽ ഓണാഘോഷങ്ങൾ വിപുലമായാണ് സംഘടിപ്പിച്ചത്. മൂവാറ്റുപുഴ ജില്ല യാഥാർത്ഥ്യമാകുന്നതുമായി ബന്ധപ്പെട്ട് UDFൽ കൃത്യമായ ചർച്ചകൾ നടത്തി തീരുമാനമെടുക്കുമെന്ന് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. മൂവാറ്റുപുഴ ജില്ലയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ ഉയർത്തിയ പ്രഖ്യാപനം ജില്ല എന്ന ആവശ്യത്തെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയിലൊരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കാൻ ഞാൻ ആദ്യം പരിശ്രമിക്കും. അതിന് പിന്നാലെ UDFലെ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം UDFന്റെ ഒരു നയ തീരുമാനമായി UDFന്റെ ഒരു പൊതു രാഷ്ട്രീയ തീരുമാനമായി ഉരുത്തിരിഞ്ഞാൽ മാത്രമാണ്. ആ സമയത്ത് മറ്റ് ചില ജില്ലകളുടെ ആവശ്യങ്ങൾ ഇതിനോടകം വന്നിട്ടുണ്ട്. അതും വളരെ ജെനുവിനാണ്. അവർക്കെല്ലാം അവിടെ വികസനം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അത് അനിവാര്യമാണ്. ആ നിലയിൽ അതും പരിഗണിക്കേണ്ടതായിട്ട് വരും. ജില്ലയാകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന മൂവാറ്റുപുഴയിൽ ഇത്തവണ വിപുലമായ ഓണാഘോഷങ്ങളാണ് നടന്നത്. 45 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മൂവാറ്റുപുഴയാർ വീണ്ടും ആവേശകരമായ വള്ളംകളിക്ക് വേദിയായി. വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ സാധ്യതകൾ തുറന്ന് മൂവാറ്റുപുഴയിൽ ഇത്തവണ ഹെലികോപ്റ്റർ ടൂറിസത്തിനും തുടക്കമായിട്ടുണ്ട്. മൂവാറ്റുപുഴയുടെ പ്രകൃതി സൗന്ദര്യം ആകാശദൃശ്യമായി ആസ്വദിക്കാനുള്ള അവസരമാണ് പദ്ധതിയിലൂടെ പൊതുജനങ്ങൾക്ക് ലഭിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. കൊല്ലത്ത് അനധികൃത മദ്യവിൽപ്പന നടത്തിയ യുവാവ് എക്സൈസിന്റെ പിടിയിൽ. തൃക്കരുവ കാഞ്ഞാവെളി സ്വദേശി രഞ്ജിത്താണ് 200 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പിടിയിലായത്. മുൻപ് അബ്കാരി കേസുകളിൽ പ്രതിയായിരുന്ന രഞ്ജിത്ത് ഓണത്തോടനുബന്ധിച്ച് വിൽപ്പന നടത്തുന്നതിനായി വിവിധ ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് വൻതോതിൽ മദ്യം വാങ്ങി സൂക്ഷിച്ചിരുന്നതായി എക്സൈസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. വീടുകൾ വാടകയ്ക്കെടുത്ത് മദ്യം ശേഖരിച്ച ശേഷം ആവശ്യക്കാർക്ക് ബൈക്കിലെത്തിച്ച് വിൽപ്പന നടത്തുന്നതായിരുന്നു ഇയാളുടെ രീതി. മദ്യവിൽപ്പനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ബൈക്കും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. ഗ്രാൻഡ് ചെസ് ടൂർ ചാമ്പ്യനായി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദ. സെയിൻറ്റ് ലൂയിസിൽ നടന്ന ഗ്രാൻഡ് ചെസ് ടൂർ ഫൈനലിൽ ഫാബിയോ കരുവാനെയാണ് പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തിയത്. ഇതോടെ ഗ്രാൻഡ് ചെസ് ടൂർ ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്ര നേട്ടവും പ്രജ്ഞാനന്ദ സ്വന്തമാക്കി. 1,91,00,000 രൂപയാണ് സമ്മാനത്തുകയായി ലഭിക്കുക.